ഹലോ, ക്യൂട്ടായിട്ടുള്ള കുറച്ച് വാഷി ടിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. അതിനുവേണ്ടി ഞാൻ ഒരു A4 ഷീറ്റിൽ 2.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വരുന്ന കുറച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ ഡിസൈന് വേണ്ടി ഞാനൊരു പിങ്ക് ഷെയ്ഡ് സ്കെച്ച് എടുത്ത് അതിൻ്റെ തിക്കായിട്ടുള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കുറുകെ കൂടി കുറച്ച് ലൈൻസ് വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഗ്രിഡിൻ്റെ പാറ്റേൺ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഇഷ്ടമുള്ള പാറ്റേൺസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗ്രിഡാണല്ലോ ട്രെൻഡിങ്, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്കെച്ചിൻ്റെ തിന്നായിട്ടുള്ള ഭാഗം കൊണ്ട് ആ ഗ്യാപ്പ് വരുന്ന സ്ഥലമില്ലേ അവിടെ നമ്മൾ ഓരോ ലൈൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെക്കിൻ്റെ പാറ്റേൺ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ വരച്ച് കൊടുക്കുക. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെങ്കിൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അതിന് ഞാനൊരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് എടുത്ത് ഫുള്ളായിട്ട് സ്കെച്ചിനെ കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ അവിടെ എവിടെയും കളർ ചേഞ്ച് തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടിയും വരച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് പേസ്റ്റൽ ഷെയ്ഡിൽ നിന്ന് മാറി കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിയിലെ കളർ എടുത്ത് അതിൻ്റെ മുകളിൽ ഹാർട്ട് ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. കുട്ടി കുട്ടി ഹാർട്ട്സ് വരച്ചു കൊടുത്തു. പിന്നെയാണ് മനസ്സിലായത് അത് ഉണങ്ങുന്നതിന് മുന്നേ വരച്ചു കൊടുത്തുകൊണ്ട് അത് സ്പ്രെഡ് ആവുന്നുണ്ടെന്ന്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടി സെറ്റായിട്ടുണ്ട്. അടുത്ത പാറ്റേൺ നോക്കാം. അടുത്ത പാറ്റേൺ ഞാനൊരു ലൈറ്റ് ഓറഞ്ച് കളർ എടുത്ത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ഡ് മാറ്റം തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തു. പിന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് എടുത്ത് കുറച്ച് വട്ടം വട്ടം ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വട്ടം വരച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പെന്നോണ്ട് നമ്മളിങ്ങനെ കുത്തിട്ട് കൊടുത്ത് പിന്നെ അതിനൊരു തണ്ടും ഇലയും വരച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓരോരോ കുഞ്ഞു കുത്തിട്ട് കൊടുത്തു. പിന്നെ അതും പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈഡിനും കൂടി ഓരോ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പാറ്റേണും റെഡിയായി. നാലാമത്തെ പാറ്റേണിന് വേണ്ടി ഞാനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഷെയ്ഡ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വെച്ച് ഇങ്ങനെ സ്റ്റാർ വരക്കാമെന്നാണ്. പക്ഷേ ഇത് അത്ര ഡാർക്കല്ല, കുറച്ച് ലൈറ്റായി പോയി. ആ സ്റ്റാർസ് അത്ര നന്നായിട്ട് അറിയുന്നില്ല എന്ന് തോന്നിയിട്ടോ. പിന്നെ അതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കട്ടിയില്ല കാർഡ്ബോർഡോ ചാർട്ട് പേപ്പറോ എടുത്ത് ഇതേപോലെ മടക്കി, അതായത് നമ്മളൊരു കുഞ്ഞു വള പോലെ ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫെവിക്കോളോ ഡബിൾ സൈഡ് ടാപ്പോ വെച്ച് ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, പേപ്പർ ടാപ്പ്. അതിങ്ങനെ ചുറ്റിയെടുത്ത് പിന്നെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയിട്ട് അതിൻ്റെ രണ്ടറ്റം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അറ്റം മാത്രം ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ വലിച്ചെടുക്കുമ്പം അതവിടെ സ്റ്റിക്കായിരിക്കും. അതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വലിച്ചെടുത്ത് പീസാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജേർണലിങ്ങിനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത്. ബായ്.